അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ചാക്കോ ദേവസ്യ അവറുകൾ പാലക്കാട് നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. IPC സംഘടനയുടെ ഒരു സെൻട്രൽ ശുശ്രൂഷകനായിട്ട് കർത്താവിൻ്റെ വേലയിൽ സുദീർഘമായ വർഷങ്ങളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാലക്കാടിൻ്റെ വിവിധ മേഖലകളിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ്റെ അനുഗ്രഹീതമായ അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷിയാൽ പ്രാർത്ഥന നടക്കുന്നു. സാക്ഷ്യം പറയുന്ന പ്രിയപ്പെട്ടവരെ അതിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു. ആകയാൽ നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ചാക്കോ ദേവസ്യ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ രാവിലത്തെ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക്, പ്രത്യേക കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്ക് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അരോമ ടിവിയിൽ ഇതുപോലൊരു പ്രോഗ്രാം എനിക്ക് ലഭിക്കാനിടയാതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ പ്രോഗ്രാം പലപ്പോഴും കണ്ടിട്ടുണ്ട്, എങ്കിലും ദിവസങ്ങളിൽ ആ വിഷയത്തോർത്ത് പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നാൽ ഇങ്ങനൊരു അനുഭവം കർത്താവിൻ്റെ ദാസന് ഒരുക്കി തന്നതിൽ വളരെ നന്ദി പറയുന്ന കർത്താവിൻ്റെ ദാസിനെയും കുടുംബത്തെയും കർത്താവ് സഹായിക്കട്ടെ. ഈ അന്ത്യകാലങ്ങളിൽ അനേകർക്ക് ഈ അരോമ ടിവിയുടെ പ്രോഗ്രാം പ്രയോജനകരമായി തീരട്ടെ. അനേകർ കർത്താവിന് കണ്ടുമുട്ടുവാൻ ഇടയായി തീരട്ടെ. ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന്റെ വാതിൽ അടയുന്ന നാളുകളിൽ ഈ പ്രോഗ്രാം ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ പ്രാരംഭമായ ദിവസത്തിന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ചാക്കോ ദേവസ്യ. എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ചങ്ങനാശ്ശേരിയും ആലപ്പുഴയും കൂടെ ഇടയ്ക്ക് മധ്യഭാഗത്താണ്. കുന്നംകരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഇപ്പോൾ ഞാൻ പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പാലക്കാട് നിന്നാണ് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 33 വർഷമായിട്ട് പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി സെന്റ് ബർഗ്മാൻസ് ഹൈസ്കൂളിലാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം ജീവിതത്തിൽ ഒരു ഏറ്റവും മാനിക്കപ്പെട്ട വ്യക്തിയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് ഞാൻ. ഒരു വ്യക്തി ലോകത്ത് മാനിക്കപ്പെടണമെങ്കിൽ പണമുണ്ടെങ്കിൽ മാത്രമേ മാനിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാതെ ഞാൻ ബിസിനസ് രംഗത്തേക്ക് തിരിഞ്ഞു. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 8 മക്കളാണ്. അപ്പനും അമ്മയും 8 മക്കൾ, 10 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. 4 പെണ്ണും 4 ആണും. അതിൽ രണ്ടാമത്തെ മകനാണ് ഞാൻ. ഞാൻ മാത്രമാണ് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളത്. ബാക്കി എല്ലാവരും കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്താൽ ഒരു മാസം ശമ്പളം നോക്കി നിൽക്കുള്ളൂ. അതുകൊണ്ട് ഒരു ബിസിനസ് രംഗത്തേക്ക് ആദ്യമായിട്ട് തിരിഞ്ഞു. പല ബിസിനസ്സുകളൊക്കെ മാറി ഞാൻ ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ വളരെ മദ്യപിക്കുവാനും മറ്റുള്ള ലോകപരമായ എല്ലാ കൂട്ടുകെട്ടിലും ഒക്കെ ഞാൻ നടന്ന ഒരു വ്യക്തിയാണ്. ഈ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി മദ്യങ്ങൾ ഉപയോഗിക്കുകയും അങ്ങനെ പല കൂട്ടുകെട്ടിലൊക്കെ പോയി. പ്രാരംഭഘട്ടങ്ങളിലൊക്കെ ബിസിനസ്സൊക്കെ വളരെ വിജയമായിരുന്നു. എന്നാൽ കുറച്ചു കാലം മുൻപോട്ട് പോയപ്പോൾ ബിസിനസ്സൊക്കെ പരാജയപ്പെടുവാൻ തുടങ്ങി. പരാജയപ്പെടുമ്പോൾ അത് വിജയിപ്പിക്കുക, അന്ന് ഈ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അതിനുള്ള മറ്റുള്ള രീതിയിൽ ഒരു പള്ളിഭക്തനായിരുന്നു ഞാൻ. പള്ളിയിൽ പോവുകയും രാവിലെ കുർബാന കാണി അങ്ങനെ ഒരു രീതിയിൽ ജീവിച്ചു വന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ബിസിനസ് രംഗത്തേക്ക് വന്നപ്പോൾ പരാജയപ്പെടുവാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ മന്ത്രവാദങ്ങളൊക്കെ ചെയ്തു. ആലപ്പുഴ കൊമ്മാടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് മന്ത്രവാദിയെ ചെന്ന് കണ്ട് തകിടിയെ വെച്ച് കെട്ടിക്കൊണ്ട് ബിസിനസ്സിന് വേണ്ടി കടന്നു പോവുക. രാവിലെ എഴുന്നേറ്റ് ആ മന്ത്രവാദി പറയുന്നതനുസരിച്ച് 1000 പ്രാവശ്യം സൂര്യനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു.
അതുമൊക്കെ വിജയിക്കാതെ വന്നപ്പോൾ എൻ്റെ ഇടത്തെ കൈ മുറിച്ച് രക്തത്തിൽ തകിട് മുക്കി തകിട് വെച്ച് കെട്ടിക്കൊണ്ട് ബിസിനസ് കടന്നുപോയി. ഒടുവിൽ ബിസിനസ് വിജയത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് സർപ്പത്തെ ഉണ്ടാക്കി ഒരു പിച്ചളക്കൂട്ടിനകത്ത് വെച്ചിട്ട് ഒന്നുകിലെ ഗീവർഗീസ് പുണ്യാളന്റെ നടയിൽ, ഇല്ലെങ്കിൽ മുരുകന്റെ ക്ഷേത്രത്തിന് മുന്നിലൊക്കെ കൊണ്ടുവച്ച് സർപ്പത്തെ കർപ്പൂരം കത്തിച്ച് ആരാധിച്ച് ഈ സർപ്പം പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്കൊക്കെ കടന്നു വന്നു. ആ പ്രാരംഭഘട്ടങ്ങളിലൊക്കെ ബിസിനസ് വിജയമായിരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ പരാജയപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ പരാജയപ്പെട്ട് അതോടൊപ്പം തന്നെ ബിസിനസ് പരാജയമാകുമ്പോൾ എൻ്റെ ജീവിതവും വളരെ മോശമായിട്ട് മദ്യം കൊണ്ട് മാത്രം ജീവിച്ച അനുഭവങ്ങൾ ഓർക്കാറുണ്ട്. ഏതാണ്ട് 14 കുപ്പി കള്ള് വരെ അരി അടിച്ചു കൂട്ടി കുടിച്ച അനുഭവം ഓർക്കാണ്. അരിപ്പാട് താമലാക്ക ഷാപ്പിലൊക്കെ ഇരുന്ന് അരി അടിച്ചു കൂട്ടി കുടിച്ച അനുഭവങ്ങൾ ഓർക്കാറുണ്ട്. അന്നത്തെ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് മദ്യമാണ്. അങ്ങനെ ജീവിതത്തിൽ മുൻപോട്ട് പോയി. ബിസിനസ്സൊക്കെ പരാജയപ്പെട്ടു, ലക്ഷങ്ങൾ കടമായിട്ട് വന്നു, ജീവിതത്തിൽ നിരാശ വന്നു. അപ്പോൾ ഇനിയിപ്പം ജീവിച്ച അന്ന് എനിക്ക് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ആലപ്പുഴയ്ക്കടുത്ത് കൈനഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 4 മക്കളാണ്. അവർ 3 പെണ്ണും 1 ആണും. അതിൽ മൂത്ത മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരും ആരും വിശ്വാസത്തിലില്ല. എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ വിശ്വാസത്തില്. അങ്ങനെ ഈ മദ്യമൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് ഞാനൊരു രോഗിയായിട്ട് തീർന്ന് രോഗം മൂർച്ഛിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ MN സോമന്റെ ചികിത്സയിൽ ഏതാണ്ട് 60 ദിവസം കഴിഞ്ഞ് ഒടുവിൽ വൈദ്യശാസ്ത്രം വിധി എഴുതി മരിച്ചു പോകുമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ ആലപ്പുഴയ്ക്ക് അടുത്താണ് എൻ്റെ വൈഫിൻ്റെ വീട്. അവിടെ മരണത്തെ കാത്ത് വളരെ സീരിയസ് ആയി കിടക്കുന്നൊരു രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം തന്നു. അങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഒരു പ്രാരംഭഘട്ടം. ദൈവം എന്നെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ മദ്യപിച്ച് നടക്കുമ്പോഴും ബിസിനസ് രംഗത്തൊക്കെ പോകുമ്പോഴും ഒക്കെ എന്നെ അന്നൊന്നും വെളിപ്പാടുന്നോ ദർശനമൊന്നും അറിയത്തില്ല. എന്നെ ഇങ്ങനെ കാണിക്കും. ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത്, വലിയ യോഗത്തിൽ പ്രസംഗിക്കുന്നതോ കാണിക്കുമെങ്കിൽ അന്നത്തെ ആ മദ്യപിച്ച് നടക്കുമ്പോൾ അത് വെളിപ്പാടാണെന്നോ ദർശനമാണെന്നോ ഒന്നും അറിയത്തില്ല. എങ്കിലും അങ്ങനെ ജീവിച്ച കാലഘട്ടങ്ങളിലും സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഈ മരണത്തെ കാത്ത് കിടക്കുന്ന അവസ്ഥയിൽ ദൈവം എനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം തന്നു. അന്ന് മുതൽ ഞാൻ എൻ്റെ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഈ കർസ്മാറ്റിക് ധ്യാനം ഏതാണ്ട് 1982 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഏതാണ്ട് 44 വർഷങ്ങൾ മുമ്പാണ് ഈ കർസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടുവാൻ പോയി. അങ്ങനെ ധ്യാനത്തിന് കൂടെയൊക്കെ മുൻപോട്ട് വന്നു. ദൈവത്തിന്റെ വചനം പഠിച്ച് മുൻപോട്ട് വന്നപ്പോൾ നമ്മൾ നിൽക്കുന്ന സംഘടനയും സമുദായമൊക്കെ തെറ്റാണ്, യഥാർത്ഥമായ സത്യം ഇതാണെന്ന് മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ ഈ സാമുദായിക സഭയൊക്കെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആകെ കൂടെ വീട്ടിൽ പ്രശ്നങ്ങളായി. വീട്ടിലെ മാതാവും പിതാവിനൊക്കെ എതിർപ്പായി, സഹോദരന്മാർക്ക് എതിർപ്പായി. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറേണ്ടി വന്നു. അങ്ങനെ നല്ല പേര് കേട്ട ഒരു കുടുംബമൊക്കെയാണ്. എന്നാൽ തന്നെ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ എന്ന് പറയുന്നത് മദ്യപിച്ച് നടന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊക്കെ വന്നപ്പോൾ അവർക്കൊരു ആക്ഷേപമായിട്ട് തോന്നി. അതുകൊണ്ട് വീട്ടിൽ തള്ളപ്പെട്ടവനായിട്ട് വന്നു. ഞങ്ങൾ 8 മക്കളിൽ 8 പേരും ഇപ്പോഴും ഉണ്ട്. 4 പെണ്ണും 4 ആണ്. 8 പേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് 4 കുട്ടികളുണ്ട്. 2 പെണ്ണും 2 ആണും. 4 മക്കളാണ്. അങ്ങനെ ഈ ജീവിതത്തിൽ ഒത്തിരി നിരാശകളും പരാജയങ്ങളും ഒക്കെ സംഭവിച്ച്, അപ്പൊ എൻ്റെ മാതാപിതാക്കന്മാരൊക്കെ പണമില്ലാത്തത് കൊണ്ട്, അന്നത്തെ കാലത്തെ പണമില്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, പണമില്ലെങ്കിൽ പിണമെന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ ഒത്തിരി നിരാശകളൊക്കെ വന്ന് വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടവനായിട്ട് മാറി. അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ അടിക്കുന്ന ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് സാധാരണയൊക്കെ സേവിച്ചു പോയതുകൊണ്ട് ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി കഷ്ടങ്ങൾ കൂടിയൊക്കെ കടന്നുപോയി. അന്ന് എനിക്ക് എൻ്റെ മൂത്തത്തെ മകന്, 2ാമത്തെ മകള്, 3ാമത്തെ മകന്, 4ാമത്തെ മകൾ, അങ്ങനെയാണ് 4 മക്കള്. 2ാമത്തെ മകള് അന്ന് 3.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അവള് മൂത്ത മോനും കൂടെ കളിച്ചുകൊണ്ടിരുന്നു. അവിടെ കണ്ണിൽ അരിവാൾ വന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ കണ്ണ് മുറിഞ്ഞു. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒക്കെ എൻ്റെ മോൾക്ക് ഒരു കണ്ണേ ഉള്ളൂ, മൂത്ത മോൾക്ക് ഒരു കണ്ണാണുള്ളത്. അങ്ങനെ ഒത്തിരി വേദനിക്കുകയും ഭാരപ്പെടുന്ന പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നുപോയി. ദൈവത്തോടു കൂടി അടുക്കുവാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ പ്രശ്നം, പുറത്ത് പ്രശ്നം, നിൽക്കാൻ സ്ഥലമില്ല, കടത്തിന്റെ ബഹളം, കടക്കാർ വിടുന്നില്ല, ആകെപ്പാടെ മരണം മാത്രമേ ജീവിതത്തിൽ ഉള്ളൂ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് ഞാൻ 30 ദിവസത്തോളവും ഈ വീട്ടിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥയിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ മദ്യം കൊണ്ടൊക്കെ മാത്രം ജീവിച്ചു. ഒടുവിൽ മരിക്കാമെന്ന് വിചാരിച്ച
ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിൽ ഒരു കുപ്പി വിഷവുമായിട്ട് പോയി അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിച്ചു. നഷ്ടമായ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന് ആ ശബ്ദത്തിന് മുന്നിൽ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ 33-ാമത്തെ ദിവസമാണ് പുറപ്പെട്ടു പോയിട്ട് നാട്ടിൽ വന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ ഇരുന്നിട്ട് ഇനി എന്തെല്ലാം വന്നാലും ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് വിചാരിച്ച് തീരുമാനമെടുത്തപ്പോൾ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടവൻ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറി. അന്ന് സത്യം പറഞ്ഞാൽ ഒരു വേദപുസ്തകം വാങ്ങിക്കാൻ കാശില്ലാതെ അന്നൊരു സത്യവേദ പുസ്തകത്തിന് 15 രൂപയാണ്. 13 രൂപ കൊടുത്ത് 2 രൂപ കടം പറഞ്ഞൊരു വേദപുസ്തകം വാങ്ങിച്ച് അങ്ങനെ ആ 15 രൂപയുടെ വേദപുസ്തകം കൊണ്ടാണ് എൻ്റെ വിശ്വാസദൈവത്തിന്റെ പ്രാരംഭ തുടക്കം എന്ന് പറയുന്നത്. അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇനിയും വെട്ടുന്ന ഇടി നിന്റെ തലയിൽ വെട്ടും എന്ന് പറഞ്ഞ് ശപിച്ചിറക്കി വിട്ടതാണ്. കൃപയാൽ ഈ 4 മക്കളെയും കയ്യെ പിടിച്ച് മേൽപോട്ട് നോക്കിയാൽ ആകാശവും താഴോട്ട് നോക്കിയാൽ ഭൂമിയും, ജീവിതത്തിൽ ഒന്നുമില്ലാതെ സ്വന്തമായ സ്ഥലമില്ല, വീടില്ല, സാമ്പത്തികമില്ല, കടങ്ങൾ മാത്രം ശേഷിച്ച് ഞങ്ങൾ 6 പേര് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചു. ഒരു രാത്രിയിൽ ഞാനിതുപോലെ ഞങ്ങളുടെ വീടിന് തിണ്ണയിൽ കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദർശനം എന്നെ കാണിച്ചിട്ട് ഒരു വലിയ ഒരു പൂക്കുറ്റി ഉയർന്ന പോലെ ഒരു വലിയൊരു വെളിച്ചം വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. ഞാൻ നമ്മൾ സംസാരിക്കുന്ന പോലെ ദൈവമായിട്ട് ഞാനും കൂടെ കർത്താവ് എനിക്ക് ഇത്ര ലക്ഷങ്ങൾ കടമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എനിക്ക് ഒറ്റയ്ക്കല്ല, എനിക്ക് 4 മക്കളുണ്ട്, ഭാര്യകൾ 6 പേര് അടക്കുന്ന കുടുംബം, എങ്ങനെ ജീവിക്കും? കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നോക്കും എന്ന് കർത്താവ് എന്നോട് വാഗ്ദത്തം പറഞ്ഞു. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വീട് അന്വേഷിച്ചു പോകത്തില്ല, ഒരു വീട് വാടക കൊടുക്കാൻ എൻ്റെ മാർഗമില്ല. അങ്ങനെ കർത്താവിനോട് പറഞ്ഞ ആ വാക്കനുസരിച്ച് ഞാൻ എൻ്റെ മക്കളെ കയ്യെ പിടിച്ചെന്ന് പക്ഷെ VA തമ്പി 150 രൂപ വാടകയ്ക്ക് ഒരു വീട് എടുത്തു തന്ന് ചങ്ങനാശ്ശേരിക്ക് അടുത്ത് NS അടുത്ത് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ബൈബിൾ കോളേജിലോട്ട് പോയത്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ച് കഴിച്ചിട്ട് മരിക്കാമെന്ന് ചിന്തിച്ചാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വ്യവസ്ഥ പഠിക്കുക. അന്ന് ഞാൻ ആയിരിക്കുന്ന സഭയിലെ പാസ്റ്റർ പോലും എനിക്കൊരു റെക്കമെൻഡേഷൻ ചെയ്യുവാൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ പോരായിട്ടൊരു റെക്കമെൻഡേഷൻ ചെയ്യാൻ തയ്യാറായില്ല. അവരുടെ കാഴ്ചപ്പാടിൽ ഒരിക്കലും എനിക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാനോ കർത്താവിന്റെ വേല ചെയ്യുവാനോ സാധിക്കത്തില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ പോലും എല്ലാവരും കൈവിട്ടി. വീട്ടിലും ആരുമില്ല, പാസ്റ്റർമാരുമില്ല, വിശ്വാസവുമില്ല നമുക്കൊരു ഹെൽപ്പ് ചെയ്യുവാൻ. അങ്ങനെ ഞാൻ എന്തായാലും ദൈവത്തിന്റെ വചനം പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനൊരു ആപ്ലിക്കേഷൻ എഴുതി അയച്ചു. ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ അവിടെ അയച്ചു. ഞങ്ങൾ 33 പേരാണ് ആ ഒരു ടീമിൽ ഞങ്ങൾ ദൈവത്തിന് വചനം പഠിച്ചത്. അങ്ങനെ വചനം പഠിക്കുമ്പോൾ ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ച് ഓരോ കാര്യങ്ങൾ ദേശം ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് ബേബിച്ചനെന്ന് വീട്ടിൽ വിളിക്കും, ചാക്കോദാസ് എന്നാണ് ഒഫീഷ്യലിനെ. എന്നോട് ഭാഷ ചോദിച്ച്, ബേബിച്ചൻ എങ്ങനെ ബൈബിൾ പഠിക്കാനാണ്? നിങ്ങൾ കുഞ്ഞുങ്ങളെ ആര് നോക്കും? കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? എങ്ങനെയാണ് കാര്യങ്ങൾ? നിങ്ങളെ 6 പേര് എങ്ങനെ ജീവിക്കും ബൈബിളിൽ പോയാൽ? ഒരു മറുപടി എനിക്ക് പറയില്ല. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു, ദൈവം നടത്തിയാൽ നടക്കും, ദൈവം നിർത്തിയാൽ നിൽക്കും, ദൈവം വചനം പഠിപ്പിച്ചാൽ പഠിക്കും എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ആ ഇന്റർവ്യൂവിൽ എന്നെ പാസ്സാക്കി അവർ വിട്ടു. ഞങ്ങൾ ആദ്യം ക്ലാസ്സിൽ കോളേജിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ഡീൻ ഞങ്ങളോട് പറഞ്ഞു, 4 പേര് കൂടി ഒരു ബക്കറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു കുളിക്കാൻ. അങ്ങനെ ഒരു ബക്കറ്റ് വാങ്ങിക്കാൻ കാശില്ല. എൻ്റെ വീട്ടിൽ വെള്ളം കോരാൻ വെച്ചിരുന്ന ബക്കറ്റ് 40 രൂപയ്ക്ക് ബൈക്കുകളെ കൊണ്ട് വിറ്റു. അങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കാൻ കടന്നുപോയത്. അങ്ങനെ ദൈവത്തിന്റെ വചനം പഠിക്കാൻ കടന്നു പോകുന്നതിന് മുമ്പേ വയ്യാത്ത മോള് മാത്രം ബൈബിൾ മാത്രം വീട്ടിലാക്കിയിട്ട് എൻ്റെ ബാക്കിയുള്ള മറ്റേ 2 ആൺകുട്ടികളെയും മറ്റേ ഇളയ മോളെയും കൂടെ ഒരു അനാഥശാലയെ കൊണ്ടാക്കി. പാസ്റ്റർ KA ജോസഫിന്റെ പോഞ്ഞാശ്ശേരിയിലുള്ളതായ അനാഥശാലയെ കൊണ്ടാക്കിച്ചാണ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയത്. അങ്ങനെ കുഞ്ഞുങ്ങൾ അനാഥശാലയിൽ പഠിക്കുന്നു, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൃപയാൽ 1 വർഷം 10 മാസത്തെ ബൈബിൾ കോളേജ് പഠനത്തിൽ ദൈവം എനിക്ക് ഒരു മാസം 450 രൂപ വെച്ച് അങ്ങനെ 4500 രൂപ ഒരു വർഷം ബൈബിൾ കോളേജ് ശമ്പളം തന്ന് കർത്താവിന്റെ വചനം പഠിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അങ്ങനെ കർത്താവിന്റെ വചനം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ വരാൻ പോലും ആരുമില്ലായിരുന്നു. അങ്ങനെ ഗ്രാജുവേറ്റ് ചെയ്ത് അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രവർത്തനമൊക്കെ ആരംഭിച്ച് അവിടെ ഒരു സഭയുണ്ടായി കണ്ടിട്ടാണ് ഞാൻ 1992 ഞാൻ പാലക്കാട്ടേക്ക് പോരുന്നത്. ദൈവം ഒരു ദർശനം എന്നെ കാണിച്ചാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഭാഷക്ക് അറിയുമായിരിക്കും,
ഒരു മലബാറിന്റെ ഏരിയ, നോർത്ത് ഇന്ത്യ പോലൊരു സ്ഥലമാണ് പാലക്കാട്. കേരളത്തിന്റെ വടക്കേറ്റം, തമിഴ്നാട് ബോർഡറിലാണ് ഞാൻ താമസിക്കുന്നത്, വാളയാറിനടുത്താണ്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ ദൈവം എന്നെ അയച്ചു. ഒരു മരിച്ച സ്ട്രെച്ചറിൽ കൊണ്ടുവച്ച ഒരു രോഗി പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്നത് കണ്ടാണ്. അങ്ങനെ ഒരു ദർശനമാണ് എന്നെ പാലക്കാട് കർത്താവ് കൊണ്ടുവരാൻ കാര്യമാക്കിയത്. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ അനാശാലയിൽ പഠിക്കുന്നു. ഞാൻ അല്പം ഇനിയിപ്പോൾ ഞാൻ സാക്ഷി പറഞ്ഞാൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ 235 രൂപയും കൊണ്ടാണ് പാലക്കാട് ആദ്യമായിട്ട് ഞാൻ വരുന്നത്. അന്ന് ഒരു ഒടിഞ്ഞ കട്ടിലെ 150 രൂപയ്ക്ക് വാങ്ങി ഒടിഞ്ഞ കട്ടിൽ 3 കാലേ ഉള്ളൂ, ഒരു കാലം ഇഷ്ടി പെറുക്കി വെച്ചാണ്. അങ്ങനെ 3 കാലം ഒടിഞ്ഞൊരു കട്ടിലും 2 ഇരുമ്പ് കസേരയും ഒരു ട്രങ്ക് പെട്ടി പോലെ ചെറിയ പെട്ടിക്കകത്ത് ഒരു പാത്രമൊക്കെ ആയിട്ട് ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങൾ 3 പേര് അനാശാല പഠിക്കുന്ന ഈ വയ്യാത്ത മോള് ഞങ്ങൾ പാലക്കാട് വന്ന് 33 വർഷമായി പാലക്കാട് വന്ന് കർത്താവിൻ്റെ വേല ആരംഭിച്ചു. ആരുമില്ല സഹായിപ്പാൻ, ആരുമില്ല സ്നേഹിപ്പാൻ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി അവിടെ പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. അന്ന് ഞാൻ നിന്ന പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്കൊരു പ്രസ്ഥാനത്തിൽ നിന്ന് ചില സാങ്കേതിക കാരണങ്ങളിൽ അവിടുന്ന് മാറിപ്പോകേണ്ട സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ ഞാൻ 250 രൂപ സപ്പോർട്ട് തന്നുകൊണ്ടിരുന്ന ആ സപ്പോർട്ടിൽ നിന്ന് ബാക്കി ഇന്ന് വരെ ഏതാണ്ട് 33 വർഷം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ട് അന്ന് ആദ്യത്തെ എനിക്ക് ഒരു ഞായറാഴ്ച ആരംഭിച്ച ആരാഴ്ച ഒരു സഹോദരി ഒരു കുട്ടിയും ഞങ്ങളുടെ കുടുംബമായിട്ടാണ് ആരാധന തുടങ്ങിയത്. 33 വർഷമായിട്ട് ഞാൻ ഒരു സഭയിലെ പാസ്റ്റായിട്ട് എങ്ങനെ ട്രാൻസ്ഫർ ആയി പോയിട്ടില്ല. അങ്ങനെ 2 രൂപ 30 പൈസയാണ് ആദ്യത്തെ സ്തോത്ര കാഴ്ച. ആ സഭയിലാണ് എപ്പോഴും ഇരിക്കുന്നത്. ഞങ്ങൾക്ക് 6 പേർക്ക് ഒരുവിന മാർഗത്തിനായിട്ടുള്ള അന്ന് അറിയുമല്ലോ, ദേവദാസന്മാരുടെ സ്തോത്ര കാഴ്ച കൊണ്ടൊക്കെയാണല്ലോ ആരംഭഘട്ടങ്ങൾ. ഏതാണ്ട് 30-35 വർഷം മുമ്പാണ്. ഇന്നിപ്പോൾ അതിലൊക്കെ ഒത്തിരി വ്യത്യാസമായി. അന്ന് കിട്ടുന്നതായ സ്തോത്ര കാഴ്ചയും ദശാംശമൊക്കെ ആണല്ലോ. അങ്ങനെ 2 രൂപ 30 പൈസയാണ് ആദ്യത്തെ സൺഡേ കിട്ടിയ സ്തോത്ര കാഴ്ച. അങ്ങനെ കർത്താവിൻ്റെ വേല അവിടെ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ബന്ധത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. നേരുന്ന ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രത്യേകമായ ഒരു 3-4 കാര്യങ്ങൾ എനിക്ക് മറക്കാൻ കഴിയാത്തൊരൊത്തിരി ദൈവം എന്നെ നടത്തിയ വഴികൾ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയാൽ കർത്താവ് കൈവിടത്തില്ലെന്നും ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. പെട്ടെന്ന് മറന്നാൽ ഇന്ന് ഞാൻ മറക്കത്തില്ല എന്നുള്ള വാഗ്ദത്ത വചനം അത് സത്യമാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ, നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ കർത്താവ് നമ്മളെ ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല. പാലക്കാട് ഒരു പ്രവർത്തനം ആരംഭിച്ചു. പാലക്കാട് ഈ ഹിന്ദുക്കളുടെ ഏരിയയാണ് കൂടുതലും. ഇങ്ങനെ കൈയടിക്കുവാനോ പാട്ട് പാടാനോ ഒന്നും സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെ കൈയടിക്കുന്നവരെ പാട്ട് പാടുന്നവർക്കോ വീട് ആരും കൊടുക്കത്തുമില്ല. അങ്ങനെ ഏതാണ്ട് 10-26 വീടുകളിൽ മാറി മാറി താമസിച്ചു, യോഗങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഒരു ദിവസം ഒരു ആരാധനയ്ക്ക് വന്നപ്പോൾ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പായൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഞങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ടു. അങ്ങനെ കണ്ണീരോടെ ഞങ്ങൾ അന്ന് വണ്ടിയൊന്നുമില്ല, ഒരു പഴയ സൈക്കിളിൽ പായൊക്കെ എടുത്ത് വെച്ച് കെട്ടി ഫ്ലാസ്ക് വെള്ളം എടുത്ത് കുഞ്ഞുങ്ങളെ കയ്യെ പിടിച്ചുകൊണ്ടിരുമ്പോൾ ഒരു CSIയിൽ ഒരു തമിഴ്നാട്ടിലുള്ള പിന്നെ തിരുവനന്തപുരത്തിനടുത്ത് നാഗർകോവിലുള്ളതായ ഒരു CSI കുടുംബം, അവരെ ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹം പള്ളി പോകുന്നിടത്ത് എന്നെ വിളിച്ചവിടെ നിർത്തി ഭാഷ ഇതുപോലെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾ ഇറക്കി വിട്ടു. ഉടനെ അദ്ദേഹം തിരിച്ച് ആ വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളുടെ അവിടെ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീട് തുറന്ന് അവിടെ ആരാധിച്ചു. അങ്ങനെ ആരാധന തുടർന്നു. അദ്ദേഹം ഒരു വീട് അന്ന് 350 രൂപ വാടകയ്ക്ക് ഒരു വീടെടുത്ത് അവിടെ ആരാധന തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തു നിന്ന് ഒരു ദൈവദാസൻ എന്നെ കാണാൻ അന്ന് വീട്ടിൽ വന്നു. അദ്ദേഹം ഉറക്കെ പ്രാർത്ഥിച്ചു എന്നുള്ള കാരണത്താൽ ആ ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അവർ പറഞ്ഞു. അപ്പോൾ മറ്റൊരാൾ വാടകയ്ക്ക് എടുത്താൽ വീടാണ്, നമ്മുടെ ഇഷ്ടത്തിന് ഇറങ്ങി പോകാനും പറ്റത്തില്ല. അപ്പം ഞാൻ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അന്ന് പറഞ്ഞ വാഗ്ദത്തം 1982 ദൈവനോട് പറഞ്ഞു, നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നോക്കാം. ഞാൻ കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാൻ വീട് വാടക അന്വേഷിച്ച് പോകത്തില്ല, എനിക്കാരും വീട് തരത്തില്ല, ഞാൻ കടക്കാരനാണ്. അങ്ങനെ പിന്നെ കർത്താവിന് പറയുന്ന ഞാൻ ആ വാഗ്ദത്തം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇവരോട് പറഞ്ഞു, മറ്റൊരാളുടെ CSI എടുത്ത വീടാണ്, അവിടെ നിന്ന് നമ്മുടെ ഇഷ്ടത്തിന് മാറിയാൽ പിന്നെ ആരെങ്കിലും വീടെടുത്ത് തരണമെന്നില്ല. ഇവരോട് പറഞ്ഞു, അയാൾ 30 ദിവസത്തേക്ക് നിങ്ങളുടെ വീട് മാറി തന്നേക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നിശ്ചയിച്ച്, ആരുമില്ല, ഞാനും ഭാര്യയും ഉള്ളു. അന്ന് കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ഞാൻ പാലക്കാട് വന്നതിന് ശേഷം അനാശാലയിൽ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ പാലക്കാട് കൊണ്ടുവന്ന് സ്കൂളിലൊക്കെ ആക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയും തുടങ്ങി. 21ാമത്തെ ദിവസം ഞാൻ ആദ്യത്തെ സെക്ഷൻ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ ഒരു പഴയ വാച്ചുണ്ട് നന്നാക്കാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു കടയിൽ കൊടുത്തിട്ട് പോയിച്ച് ഞാനത് വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇനി 21 പോയിട്ട്
9 ദിവസം കഴിയുമ്പോൾ ആ ഹിന്ദുക്കളെ വീട്ടിൽ നമ്മൾ മാറണം. ഒന്നുമില്ല, ഫ്രണ്ട് മുന്നിൽ കണ്ടുകൊണ്ടല്ല പറഞ്ഞു, അങ്ങനെ അങ്ങ് പറഞ്ഞു ഉപവസിക്കുക മാറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വാച്ച് മാച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വരുന്ന അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ വണ്ടി നിർത്തിയപ്പോൾ ഒരു ദൈവദാസനും തൻ്റെ ഭാര്യയും കൂടി വണ്ടിയിൽ കയറി. അപ്പം അറിയത്തില്ല, ആദ്യമായിട്ട് കാണുകയാണ്. ഒരു ഭാഷ എന്ന് മനസ്സിലായി, ഭാഷമാരെ കണ്ടാൽ നമുക്കറിയുമല്ലോ. അപ്പോൾ ഇടത്ത് സൈഡിൽ ഞാൻ ഇരുന്ന് പുള്ളി ബസ് കണ്ടിരുന്നു, ഞാനിങ്ങനെ കൈ കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. ഇപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ആസാമിൽ നിന്ന് വരികയാണ്. എന്നോട് ചോദിച്ചു, അച്ഛൻ അവിടെ താമസിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ താമസിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന വീട് മാറണം, ഇനി 9 ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ 20 ദിവസം പ്രാർത്ഥന ഇരിക്കുകയാണ്. അച്ഛന് താല്പര്യമെങ്കിൽ ഫ്രീ ആണെങ്കിൽ വന്ന് അല്പസമയം രാത്രി എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെയാണ്? ഞാൻ ആസാമിൽ നിന്ന് വന്നത്, ഇവിടെ അടുത്ത് ഞാനൊരു വീട് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ട് പോകാൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ താമസമുള്ള പറഞ്ഞു. 30 ദിവസം വാക്ക് പറഞ്ഞു. ഞങ്ങൾ 29ാമത്തെ ദിവസം തന്നെ ആ പറഞ്ഞ ഹിന്ദു സഹോദരിയുടെ മുന്നിൽ ലജ്ജിപ്പിക്കാതെ ദൈവദാസന്റെ വീട്ടിലേക്ക് ഞാൻ താമസം മാറ്റി. അങ്ങനെ അവിടെയാണ് ആരാധന ആരംഭിക്കാൻ കർത്താവ് ഇടയാക്കി തീർന്നത്. അങ്ങനെ അന്ന് ആ ദൈവദാസനോട് ഞാൻ ഒരു ആലോചന പറഞ്ഞു, നിങ്ങൾ കുടുംബമായി അമേരിക്കയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. അന്നത്തെ അദ്ദേഹത്തിന് ഒരിക്കലും വിശ്വസിക്കാൻ അതും പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ദൈവം പോഷ്ക്ക് പറയത്തില്ല, ദൈവത്തിന്റെ വാഗ്ദത്ത വചനം ഓ എന്ന് പറയാം, ഓ ഇല്ല എന്ന് പറയില്ല എന്നുമാണെന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ഭാഷയെ സത്യം പറയട്ടെ, 7 മാസമെന്ന് പറഞ്ഞെങ്കിലും 5 മാസം കഴിഞ്ഞപ്പോൾ അവർ കുടുംബമായിട്ട് അമേരിക്ക പോകാൻ ദൈവം വഴിയൊരുക്കി. ആ വീട് വിറ്റു. എനിക്ക് 5000 രൂപ അദ്ദേഹം സംഭാവനയായിട്ടും തന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് പോകണമല്ലോ, അവിടുന്ന് വീട് വിറ്റ് കഴിഞ്ഞാൽ ഒക്കത്തില്ലല്ലോ. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഹൈന്ദവ സഹോദരൻ എന്ന് പറഞ്ഞാൽ പിന്നെ പത്തനംതിട്ടക്കാരനാണ്, കോഴഞ്ചേരിക്കാരനാണ്. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഭാഷ താമസിച്ചോ? ഇവിടെ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്തോ വാടക വേണം, ഭാഷയ്ക്ക് ഇഷ്ടമുള്ളത് തരാൻ പറഞ്ഞു. അങ്ങനെ 400 രൂപ വാടക, ഞാൻ തന്നെ വാടക പറഞ്ഞു. 400 രൂപ വാടകയ്ക്ക് 9 വർഷം ആ വീട്ടിലെ താമസിച്ചു. ഒരു ചെറിയ വീട്, 3-4 മുറിയാണ്, ചെറിയ മണ്ണ് വരെയാണ്, ഓടിട്ട വീടാണ്. കാറ്റടിച്ച മണ്ണെല്ലാം കൂടെ പറന്ന് വീഴും. രാവിലെ കസേരയും കട്ടിലും എല്ലാം കൂടി എടുത്ത് പുറത്തിടും. എന്നിട്ട് 3-5 മുറിയാണ്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധം എന്ന് പറയുന്ന പോലെ ഓരോ സ്ഥലത്ത് ഓരോ മുറിക്കകത്ത് പ്രാകാരത്തിൽ ഒരു കൂട്ടർ, വിശുദ്ധ ഒരു കൂട്ടർ, അതിവിശുദ്ധ ഇങ്ങനെ ഇരുന്ന് 9 വർഷം അവിടെ ആരാധന നടത്തി. അങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഒന്നും കരച്ചിലും പ്രാർത്ഥനയൊക്കെ ദൈവത്തോട് ഇങ്ങനെ ഒരു പറഞ്ഞു, കർത്താവ് എനിക്കൊരു വഴി തുറന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ഒരു ആലയം കെട്ടുമെന്ന് ദൈവത്തോട് ശലോമോൻ പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞു. പക്ഷേ അങ്ങനെ 1999 ഞാൻ ആദ്യമായിട്ട് ദുബൈക്ക് പോകുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അനുഭവത്തിൽ ഒന്ന്. ഞാൻ ഒരു മർത്തോമക്കാരാണ് എനിക്ക് വിസ എടുത്തത്. ഞാനിതുപോലെ ആരോ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പാലക്കാട് ജാഗോസ് ഭാഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് തിരുവല്ലയ്ക്ക് അടുത്ത് ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയി. വിസ എടുക്കാൻ കാരണം ആദ്യം അവിടെ ചെന്നപ്പോഴത്തേക്ക് IPCയിലെ ചർച്ചാണ്. അപ്പോൾ ഞാൻ പാലക്കാട് ചെന്നല്ലേ, അപ്പോൾ എനിക്ക് 1 മണിക്കൂർ ഇവർ പ്രസംഗിക്കാൻ സമയം തന്നു. അപ്പോൾ ഇവർ മർത്തോമക്കാരാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഞാൻ ഈ സമയമൊക്കെ വളരെ കീപ്പ് ചെയ്ത്, സെൻട്രൽ ഭാഷ ആയതുകൊണ്ട് നമ്മൾ ആദ്യം കീപ്പ് ചെയ്യണമല്ലോ, സമയമൊക്കെ വളരെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് 1 മണിക്കൂർ ഞാൻ നിർത്തി. യോഗം കഴിഞ്ഞ് അന്ന് വൈകിട്ട് അപ്പോൾ ഈ അവിടുത്തെ അമ്മാവ് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ഈ സഭയിലെ മെമ്പേഴ്സ് ഒന്നുമല്ല, ഞങ്ങൾ മർത്തോമക്കാരാണ്, പാഷ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാഷ ഒരു കാര്യം ചെയ്യണം, വൈകിട്ട് പ്രസംഗിക്കുമ്പോൾ ചോദിക്കണം എത്ര മണിക്കൂർ ഇരിക്കുമെന്ന്, എത്ര നേരം ഇരിക്കുമെന്ന്. ഞാൻ ഈ അമ്മ പറഞ്ഞനുസരിച്ച് വൈകിട്ട് യോഗത്തിന് വന്നു. അന്ന് നിത്യം ശ്രമിക്കുന്ന തങ്കച്ചൻ പാഷാണെന്ന സഭ ഇരിക്കുന്നത്. അദ്ദേഹം എനിക്കിതുപോലെ 8:30 വരെ സമയം തന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, നിങ്ങൾ എത്ര സമയം? അപ്പോൾ ഈ ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾ നേരം വെളുക്കുന്നവരെ ഇരിക്കുന്നു. പക്ഷേ ആ മീറ്റിംഗ് 10 മണി വരെ നീണ്ടാണ്ട് 10-21 പേര് ആ മീറ്റിങ്ങിൽ രക്ഷിക്കപ്പെട്ടു. 5-8 10 പേര് സ്നാനപ്പെടുവാനൊക്കെ ഇടയായിത്തീർന്നു. അവരിത് കണ്ടിട്ട് അവരുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് ഗൾഫിൽ ചെന്നിട്ട് എന്നോട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വിസ എടുത്ത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു. മത്തമ്മക്കാർ പറഞ്ഞു, തിരുവല്ലയ്ക്ക് അടുത്ത് ബേങ്കൽ അലുമിനിയം പറഞ്ഞൊരു കടയുണ്ട്, അവിടെ ഇന്ന കടയിൽ ചെന്ന് നിങ്ങളെ വിസ കൈപ്പറ്റി ഇന്ന മാത്രം തീയതി അവിടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 1999 ഞാൻ നല്ല മഞ്ഞുള്ള സമയം ഡിസംബർ മാസത്തിലാണ് അബുദാബി ചെന്നിറങ്ങുമ്പോൾ. പക്ഷേ അവിടെ ഭയങ്കര മൂടൽ മഞ്ഞാണ്, ആള് കാണാൻ വരാത്ത പോലെ മഞ്ഞ്. ഇവർക്ക് എനിക്ക് വിസ എടുത്തെന്നൊക്കെ കൊണ്ടുവരാനും പറ്റിയില്ല, വരാനും പറ്റിയില്ല.
ഞാൻ അബുദാബിയിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ബാഗും ഒക്കെ നഷ്ടപ്പെട്ട് അവിടുത്തെ പൈസ ഒന്നും കയ്യിലില്ല. ഞാനിങ്ങനെ പിന്നെ നിരാശപ്പെട്ട് അബുദാബി എയർപോർട്ടിൽ ഇരിക്കുക. അപ്പോൾ ഒരു TPM-ൽ ഒരു വിശ്വാസി അബുദാബി എയർപോർട്ടിൽ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യുന്നു. ഏതാണ്ട് രാവിലെ മുതൽ 4 വരെ അവിടെ ഇരുന്ന് യേശുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഇരിക്കുന്ന ആൾക്കാർ വന്നിട്ട് അദ്ദേഹത്തെ ആദ്യത്തെ ഒരു സംഭവമാണത്. ഹലോ മിസ്റ്റർ പാസ്റ്റർ ചാക്കോ ദേവസ്യ പാലക്കാട് എന്നിങ്ങനെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ആരെ എന്നെ വിളിക്കുന്നത്? അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കർത്താവ് എൻ്റെ പേര് വെളിപ്പെടുത്തി കൊടുത്ത് അങ്ങനെ പേര് വിളിച്ച് എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ തന്ന് എന്നെ കൊണ്ടുവന്നവരുടെ നമ്പർ എടുത്ത് വിളിച്ച് അദ്ദേഹം അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അങ്ങനെ 1999-ൽ 87 ദിവസം ഒരു ബന്ധുക്കോസ്താരുടെ മീറ്റിങ്ങിനും പോയില്ല. പക്ഷേ എല്ലാ മർത്തോമക്കാരുടെയും യാക്കോക്കാരുടെയും വീടുകളൊക്കെ നടത്തി 4 ലക്ഷത്തി ചില്ലുവാനും രൂപ ദൈവം ഈ 87 ദിവസം കൊണ്ട് ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ പാലക്കാട് വന്നു, സ്ഥലം വാങ്ങിച്ചു, ഒരു ആലയം കെട്ടുവാൻ, എൻ്റെ ബന്ധുക്കു ദേവസ്വയ്ക്ക് വേണ്ടി ഒരു ചെറിയ സഭ കെട്ടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെ അന്നു മുതൽ കർത്താവിൻ്റെ വേറുള്ള ബന്ധത്തിൽ ഒത്തിരി നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളൊക്കെ ലോകരാജ്യങ്ങളൊക്കെ പോകുവാൻ സ്വർഗത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഈ 2 രൂപ 30 പൈസ സ്വതന്ത്രകാഴ്ച എടുത്ത സഭയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ 4 മക്കളെ വളർത്തി പഠിപ്പിച്ച്, എൻ്റെ ഇളയ മോള് IPS വരെ പഠിച്ചു. 4 മക്കളെ വളർത്തി പഠിപ്പിച്ച് 4 പേരുടെ കല്യാണം കഴിഞ്ഞ് 8 കൊച്ചുമക്കളെയും കർത്താവ് എല്ലാവർക്കും 2 മക്കൾ. മൂത്ത മോന് 2 ആൺപിള്ളേർ, രണ്ടാമത്തെ മോക്ക് 2 ആൺപിള്ളേർ, മൂന്നാമത്തെ മോന് 2 പെൺപിള്ളേർ, നാലാമത്തെ മോക്ക് ഒരു മോളും ഒരു മോനും, അങ്ങനെ 8 കൊച്ചുമക്കളെയും കർത്താവ്. അവര് ഇളയ മോനും കുടുംബവും രണ്ടാമത്തെ മോളും കുടുംബവും അവർ കുവൈറ്റിലാണ് കുടുംബമായിട്ട്. മൂത്ത മരുമോനും കുവൈറ്റ്. അങ്ങനെ 5 പേര് അവർ കുവൈറ്റില്. മൂത്ത മോനും കുടുംബം ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പാലക്കാട്ടാണ് താമസിക്കുന്നത്. ഞങ്ങളെ ഒരുമിച്ച് ഇവിടെ ഒരു സഭയുണ്ട്. കഴിഞ്ഞ 12-14 വർഷമായി പട്ടാമ്പി സെന്റർ എന്ന് പറഞ്ഞ ഒരു IPCക്ക് 13 സെന്റർ ഉണ്ട് പാലക്കാട് ജില്ലയിൽ. പട്ടാമ്പി സെന്ററിന് ചുമതലയായിട്ട് 8-10 ദേവദാസന്മാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പാലക്കാടായിരിക്കുമ്പോൾ തന്നെ ഒത്തിരി അനുഭവങ്ങൾ ഈ ആന്ധ്രയിലൊക്കെ കടന്നു പോകാൻ, ഒറീസയിൽ സ്റ്റേറ്റ്സിനെയൊക്കെ ഒന്ന് സ്ഥലത്ത് കടന്നു പോകാനൊക്കെ കർത്താവ് ഇടയാക്കി. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി വിടുതൽ, ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് ജീവിതത്തിൽ. അതുപോലെ ഞാൻ പാലക്കാട് താമസിക്കുന്ന സമയത്ത് ഈ വാസ്തു എന്ന വീട്ടിൽ താമസിക്കുമ്പോൾ അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരു തീരുമാനങ്ങളുണ്ട്. കർത്താവേ, ഞാൻ മനുഷ്യരോട് കടം ചോദിക്കാതെ ദൈവത്തോട് ചോദിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവരുടെ 3 ദിവസം പട്ടിണി ഇരുന്ന അന്ന് ഞാൻ പാലക്കാട്ടേക്ക് പോരുമ്പോൾ KPON അവിടുന്ന് തിരുവല്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന് സുവിശേഷ പ്രതികളാണ്. ഒരു വണ്ടി പിടിച്ച് പോന്നപ്പോൾ 3/4 ഭാഗവും ലേഖലേഖയാണ്. ലേഖലേഖ വിറ്റാണ് ഞങ്ങൾ അരി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 3 ദിവസം പട്ടിണി ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അന്നത്തെ സെൻട്രൽ പാസ്റ്റർ കോയമ്പത്തൂരാണ്. അദ്ദേഹം ഒരിക്കൽ രാവിലെ എന്നെ വിളിച്ചു. ഒരു മീറ്റിംഗ് ഉണ്ട്, ഉപവാസത്തേക്ക് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ പോയി. അപ്പോൾ ഞാൻ 3 ദിവസം പട്ടിണി ഇരുന്ന്, കുഞ്ഞുങ്ങളൊക്കെ പട്ടിണി, വൈഫും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. അപ്പം എന്നോട് വൈഫ് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ 3 ദിവസം ഞങ്ങളെ പട്ടിണിയാക്കിയിട്ട് നിങ്ങൾ പോവുകയാണ്, കാര്യം മനസ്സിലായല്ലോ, നിങ്ങൾക്ക് പോകുന്നിടത്തെല്ലാം കഴിക്കുക, ഞങ്ങൾ വീണ്ടും ഇവിടെ പട്ടിണിയായിരിക്കും എന്നാണ് ഭാര്യ പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഒരു പട്ടിണി നിന്നിട്ട് കാര്യം, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോട്ടെ, അവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് അരി വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു പോയി. പക്ഷെ അന്നൊരു സംഭവം ദൈവം ചെയ്തു. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഞാൻ അവിടുന്ന് പോയി കോയമ്പത്തൂരിന് പോയി, വൈഫ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ദേവദാസൻ കുടുംബം, ഒരു വൈക്കോളയൊക്കെ ഉണ്ട്, അവിടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പറമ്പിൽ ഇങ്ങനെ ജോലിക്കാരെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിനൊരു ഭയങ്കര പ്രേരണയും പ്രാർത്ഥിക്കാൻ. ഒരു 11 മണിയായി. അദ്ദേഹം റൂമിൽ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേരെഴുതി ഭിത്തിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ ദൈവദാസൻ 3 ദിവസമായിട്ട് പട്ടിണി ഇരിക്കുകയാണെന്ന് ഈ കർത്താദാസനോട് പറഞ്ഞു. അദ്ദേഹം പാലക്കാട് ടൗണിൽ നിന്ന് ഒരു പെട്ടിയോട്ട പിടിച്ച് ഒരിയാൾക്ക് അരി, ഒരിയാൾക്ക് കപ്പ, ഒരിയാൾക്ക് ഇതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് കോയമ്പത്തൂർ വരുമ്പോഴത്തേക്ക് എൻ്റെ വൈഫ് പറഞ്ഞു, നിങ്ങൾ നോക്ക്. ഞാൻ പറഞ്ഞു, ഇതാ പ്രാർത്ഥിച്ചാലുള്ള ഗുണം. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ 2-3 അനുഭവം ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അനാശാലയെ പഠിക്കുന്ന സമയത്ത്, ഞാൻ ബൈബിളിൽ പഠിക്കുന്ന സമയത്ത് അന്നും ദൈവത്തോട് എടുത്തൊരു തീരുമാനമാണ്, ഞാൻ കടം വാങ്ങത്തില്ല, ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കും. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ഇപ്പം കുവൈറ്റിലുള്ള മോനെ ഇച്ചിരി കുസൃതിക്കാരനാണ്. അദ്ദേഹം ഇവിടെ പഠിക്കുന്ന അനാശ പഠിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ഡീന് ഒരു ലെറ്റർ അയച്ചു. അന്ന് ഞാൻ ബൈബിളിൽ പഠിക്കുന്നു, ഭാര്യയും ഒരു മോളും വീട്ടിലുണ്ട്, വാടകയ്ക്ക് ഇരിക്കുന്നു, മാർഗമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ലെറ്റർ വന്നപ്പോഴേ പെട്ടെന്ന് പിന്നെ ഈ ലെറ്റർ കൈ കിട്ടിയപ്പോൾ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഇവിടെ നിയമം അനുസരിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് ലെറ്റർ. ഞാൻ ബൈക്കോളെ പഠിക്കുന്നു, വീട്ടിൽ ആരുമില്ല.
ഞാൻ ഇത് കേട്ടപ്പോൾ ആകെപ്പാടെ പ്രശ്നം. ഞാൻ വിചാരിച്ചു കുഞ്ഞുങ്ങളെ അവിടെ കൂടെ ഞാനങ്ങനെ പഠിപ്പിക്കും, എനിക്ക് ബൈക്കോളേജ് പഠിക്കണം, വീട്ടിലെ വൈഫും മോളും ഉണ്ട്, അവരും ഇതാവുമല്ലോ. ഞാൻ പെട്ടെന്ന് അപ്പോൾ ബൈക്ക് കോളേജിൽ ചെന്നപ്പോൾ ഓഫീസിന്റെ വാതിലോട്ട് കാലെടുത്ത് വെച്ചു. ഒരു 100 രൂപ കടം വാങ്ങിച്ചുകൊണ്ട്. അന്ന് പെരുമ്പാവൂരിന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് 15 രൂപയാണ്. അപ്പം അവിടെ നിന്ന് 1 രൂപ കൊടുക്കണം, പോഞ്ഞാശ്ശേരിക്ക് വന്നു. അപ്പൊ അങ്ങനെ ഈ കാലെടുത്ത് വെച്ചപ്പോൾ ദിയാത്മാവ് എന്നോട് പറഞ്ഞു, നീ മനുഷ്യരോട് ചോദിക്കത്തില്ല പറഞ്ഞിട്ട് ഇപ്പം കടം വാങ്ങിക്കാൻ പോകുന്നത്. ഞാൻ വെച്ച കാലം പുറകോട്ട് വെച്ച് വീണ്ടും സ്കൂളിൽ പോയി കർത്താവ് പൈസ തന്നാലേ പോകത്തു. പിറ്റേ ഞായറാഴ്ച ആരാധന കഴിഞ്ഞറിയപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സഹോദരൻ 20 രൂപ എനിക്ക് തന്നു. ഞാൻ അവിടുന്ന് ബൈബിളും എല്ലാം വൈകിട്ട് ബൈബിൾ കൊടുത്തു. നിങ്ങൾ വീട്ടിൽ പോക്കോ, ഞാൻ പെരുമ്പാവൂർ പോയി കുഞ്ഞുങ്ങളൊന്ന് കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞു. ഈ 20 രൂപയും കൊണ്ട് ഭാഷ ഞാൻ പെരുമ്പാവൂർ അങ്ങ് 15 രൂപ കൊടുത്ത് പെരുമ്പാവൂർ ഇറങ്ങി. അവിടുന്ന് 1 രൂപ കൊടുത്ത് പോഞ്ഞാശ്ശേരിയിൽ ഇറങ്ങി കുഞ്ഞുങ്ങളെ വിളിച്ച് നമ്മുടെ അവസ്ഥയൊക്കെ പറഞ്ഞു. മോനെ പപ്പ ഇങ്ങനെ ബൈക്കോളെ പഠിക്കുന്നു, അമ്മച്ചി മോളും പിന്നെ ഞങ്ങളും വീട്ടിലോട്ട് നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കരുതെന്നെല്ലാം പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം കൂടെ വിളിച്ച് ഇനി കരഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ച് ആക്കി സമാധാനപ്പെടുത്തിയിട്ട് അന്ന് അവർക്കൊരു മുട്ടായും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ തിരിച്ച് പെരുമ്പാവൂർ വരുമ്പോൾ 1 രൂപ 80 പൈസ എൻ്റെ ബാക്കിയുള്ളൂ. എനിക്ക് ചങ്ങനാശ്ശേരിക്ക് പോരണം. അപ്പം അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക, എന്താ മാർഗം? ആ കടം ചോദിക്കത്തില്ല. അതിങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം റാന്നിക്കാരനാണ്. അദ്ദേഹം എൻ്റെ കൂടെ എനിക്ക് സീനിയറായിട്ട് ബൈക്കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹം ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കൊട്ടാരക്കര സൂപ്പർ ഫാസ്റ്റ് വന്ന് പെരുമ്പാവൂർ സ്റ്റാൻഡ് നിർത്തി. ഇദ്ദേഹം എന്നെ പിടിച്ചുകൊണ്ട് കൈ കയറി. എൻ്റെ ടിക്കറ്റ് എടുക്കാൻ പൈസ ഒന്നും ചോദിച്ചില്ല, ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചില്ല. അപ്പോൾ എന്നോട് എവിടെ ക്യാമ്പ്? ഞാൻ ചങ്ങനാശ്ശേരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ആളും അദ്ദേഹം ഓടി ചങ്ങനാശ്ശേരിക്ക് ഒരു ടിക്കറ്റ് എടുത്തു. അദ്ദേഹം തിരുവല്ലായ്ക്കും ടിക്കറ്റ് എടുത്തു. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ അനുഭവം എങ്ങനെയാണ്? പക്ഷേ ഞാൻ 1.5 മണിക്കൂറായി പെരുമ്പാവൂർ സ്റ്റാൻഡിൽ നിൽക്കുന്നു തിരുവല്ലായ്ക്ക് പോകാൻ. ഒരു വണ്ടി പോലും വന്നില്ല. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ചങ്ങനാശ്ശേരിക്ക് ഒരു ടിക്കറ്റ് എടുത്തതിൻ്റെ പോക്കറ്റ് ഇട്ടു. അന്ന് മുഖ്യമന്ത്രി കരുണാകരനാണ്. അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു ദൈവദാസനെ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ഒരുക്കി നിർത്തി. KSRTC കേരള സ്റ്റേറ്റ് KSRTC എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സും ദൈവം ബന്ധാക്കി. 1.5 മണിക്കൂർ നേരം എനിക്ക് വേണ്ടി ഒരു ദൈവദാസനെ ഒരുക്കി വണ്ടി പോലും സ്റ്റോപ്പ് ചെയ്ത് ദൈവം എന്നെ ചങ്ങനാശ്ശേരി കൊണ്ട്. അന്ന് ഒരു ഭാഷ പറയട്ടെ, പെരുമ്പാവൂർ എന്നുള്ള കരച്ചിലെ ചങ്ങനാശ്ശേരി അങ്ങ് ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്ന ദൈവമായ കർത്താവിടിയാക്കി. അപ്പോൾ നമ്മളെക്കാൾ മുന്നേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ അറിയുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ കാര്യം ദൈവം, സ്വർഗത്തിലെ ദൈവം അറിയുന്ന ദൈവമാണ്. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. സുവിശേഷത്തിന് നിമിത്തം ഒത്തിരി വേദനകളും ഒത്തിരി ഭാരങ്ങളും ഒത്തിരി കഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചെങ്കിലും കൃപയാൽ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ഞാൻ ഒരു സൈക്കിൾ വാങ്ങിക്കാൻ പോലും പൈസ, ഒരു പഴയ സൈക്കിളാണെങ്കിൽ കടന്ന സൈക്കിളാണ് അത് ഇവിടുത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പാലക്കാട് എന്ന് പറയുന്നത് ഹിന്ദുക്കളും തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കൃപയാൽ ദൈവം കഴിഞ്ഞ 44 വർഷം ആയി വിശ്വാസത്തിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നാൽ എൻ്റെ അമ്മ നിന്റെ തല ഇടി വിട്ടു എന്ന് പറഞ്ഞ ശവിച്ചിറക്കി വിട്ട അമ്മ 1999 ഞാൻ ദുബൈയിലായിരുന്നു പറഞ്ഞല്ലോ. ദുബൈയിലായിരിക്കുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു. അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്, ക്യാൻസറാണ്, നാക്കേൽ ക്യാൻസറാണ്, റേഡിയേഷൻ കൊണ്ടിരിക്കുകയാണ്, അച്ഛൻ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ ചെല്ലുന്ന എൻ്റെ അമ്മ മരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്ന് ഒരു മീറ്റിംഗ് വീട്ടിൽ ക്രമീകരിച്ചു. പെന്തക്കോസ്താരുടെ മീറ്റിംഗ് ഇഷ്ടമുണ്ടായിട്ടല്ല, അമ്മയുടെ രോഗസുഖത്തിന് വേണ്ടി. എന്നാൽ പറയട്ടെ, ഏത് നാവ് കൊണ്ട് ശപിച്ചോ ആ റേഡിയേഷൻ തിരിയാത്ത നാവ് തിരിയത്തില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിനെ സ്വന്തം രക്ഷാവായിട്ട് സ്വീകരിച്ച് ഞാൻ പറഞ്ഞ ഈ രക്ഷാവാചകം പറഞ്ഞ് ചൊല്ലി രക്ഷിക്കപ്പെട്ടാണ് എൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ദൈവം ഒത്തിരി അനുഭവങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകി. വേദനയുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവം നടത്തി. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ മകൻ ദുബൈയിൽ, ഞാൻ ദുബൈയിലെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു കമ്പനി പ്രാർത്ഥിക്കാൻ പോയതാണ്. കൃപയാലെ അവിടെ ആ കമ്പനി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അവർക്കത് വിടുതലായിരുന്നു. എൻ്റെ മോനെ അവിടെ കമ്പനിയിൽ ജോലി കയറ്റി. അവർ 2 കണ്ടീഷൻ അവർ പറഞ്ഞു. അവന് ഇഷ്ടമില്ലെങ്കിൽ കയറി പോകാമെന്ന്, ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവനെ കയറ്റി വിടും.
എന്ന് പറഞ്ഞു. അങ്ങനെ 700 ദളത്തിന് അവിടെ ജോലി നോക്കി. 14 വർഷം അവിടെ നിന്നു. അവിടുന്ന് ശേഷം അവിടുത്തെ പിന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് അവനെ 14 വർഷം കൂടെ 480 ദറം ശമ്പളം വാങ്ങിച്ചുകൊണ്ടാണ് കുവൈറ്റിലേക്ക് പോയത്. അങ്ങനെ അവനെ വരുമ്പോഴൊക്കെ പറയും, എനിക്കൊരു BSc നഴ്സ് പെണ്ണിനെ കെട്ടണം, അതുകൊണ്ട് എവിടെ നിന്ന് ആലോചിക്കണം. ഞാൻ പറയടാ, നിനക്ക് BSc നഴ്സ് പെണ്ണിനെ കെട്ടാനുള്ള യോഗ്യത ഉണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു BSc നഴ്സ് പെണ്ണിനെ അന്നേ കെട്ടും. 33 വയസ്സ് വരെ പുള്ളി കെട്ടാതെ നിന്നു. ഒടുവിലെ ഞങ്ങൾ പറഞ്ഞു, എലീഷ പറഞ്ഞത്, നീ ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു, എങ്കിലും ദൈവം തന്നെ പ്രാർത്ഥിക്കുക, ദൈവം നടത്തുന്നു. കൃപയാൽ പറയട്ടെ, അവർ കുവൈറ്റിലെ മിനിസ്റ്ററിലാണ്. BSc നേഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ പെണ്ണിനെയാണ് എൻ്റെ രണ്ടാമത്തെ മകൻ കല്യാണം കഴിക്കുക ദൈവമായ കർത്താവ് ഇടയാക്കി. അവർക്ക് 2 പെൺകുഞ്ഞുങ്ങൾ. ദൈവം അങ്ങനെ ഒത്തിരി അനുഭവത്തിൽ കൂടി കർത്താവ് നടത്തി. അങ്ങനെ ഒത്തിരി വിശ്വാസത്തിൽ ഈ 15 രൂപയുടെ വേദോസ്തവം കൊണ്ട് ഇറങ്ങിയിട്ട് കർത്താവ് നന്മയല്ലാതെ ഒരു തിന്മ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടില്ല. ഈ 33 വർഷം ഒരു സഭയിൽ തന്നെ ഇരുപ്പാൻ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾ ധോണി കൺവെൻഷൻ എന്ന് പറയുന്ന കൺവെൻഷൻ 25ാമത്തെ വർഷമാണ്. ഈ കർത്താവെന്ന് വെച്ചാൽ ജനുവരിയിലെ അവസാനത്തിൽ നടക്കുകയാണ്. 25 വർഷം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൺവെൻഷൻ നടത്തുവാനൊക്കെ ദൈവമായ കർത്താവ് സഹായിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ 1 വർഷമായിട്ട് ഒരു സണ്ടൻ ചുമതലയെടുത്ത് കർത്താവിൻ്റെ വേറെ ബന്ധത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. കർത്താവിനെ പറഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ അനുഭവമാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പറയാറുള്ളത്. പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ പറയും, എപ്പോഴും ഇതിങ്ങനെ പറയണ്ട, എന്നാലും നമ്മളെ നടത്തിയ വഴികൾ, ദൈവം നമ്മളെ കൊണ്ടുവന്ന വഴികൾ, സാക്ഷി എന്ന് പറയുന്നത് അതാണല്ലോ. വേദപുസ്തകത്തെ ഒരു സാക്ഷി ഉളവാക്കട്ടെ. കർത്താവ് ഇങ്ങനെ പിൻപറ്റിയാൽ, ദൈവത്തെ പിൻപറ്റിയാൽ. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഒരു കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്യും. അവരുടെ നോട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ ഒരു മാർഗമുള്ളൂ. 4 കുഞ്ഞുങ്ങൾ, ഭാര്യയും ഭർത്താവ് 6 പേര്, സ്വന്തമായിട്ടൊന്നുമില്ല, ലക്ഷങ്ങൾ കടം, എങ്ങനെ ജീവിക്കും? എന്നാൽ കൃപയാൽ ആത്മഹത്യ ചെയ്യാതെ ദൈവം കഴിഞ്ഞ 44 വർഷം ഈ മരുഭൂമി യാത്ര ദൈവം ജയോത്സവമായിട്ട് നടത്തി. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഒരു അനിയൻ കുടുംബമായിട്ട് ഒരു വിശ്വാസത്തിലുണ്ട്. അനിയൻ്റെ മകള് കുടുംബമായിട്ട് വിശ്വാസത്തിലുണ്ട്. ഫാദറും മദറും മരിച്ച് ഞങ്ങൾ 8 പേരും ഉണ്ട്. 4 പെണ്ണ് 4 ആണ് ഞങ്ങൾ. എന്നാൽ അവരാരും ഇതുവരെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്നു. കൃപയാൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ വഴികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് എന്നും പകൽക്കാലം ദൈവത്തിന് മുൻപാകെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് നമ്മളെ വേലയ്ക്ക് വിളിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കുന്നെങ്കിൽ ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഓടിപ്പോകുന്ന വണ്ടിക്കൂലി തന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഓർക്കാറുണ്ട്. അനേകരെ കടലിൽ സ്ഥാനപ്പെടുത്തുവാൻ, പുഴയിൽ സ്ഥാനപ്പെടുത്തുവാൻ ഒക്കെ ദൈവമായ കർത്താവ് ഇടയാക്കി. കർത്താവ് ഇത്രത്തോളം കർത്താവ് നമ്മളെ കൊണ്ടുവന്ന എല്ലാ വഴികളെയും ഓർത്ത് നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ ചെക്കോ കുര്യാക്കോസിന്റെ പെങ്ങളെ, അവരുടെ ഫാദറിനൊക്കെ വിശ്വാസം കൊണ്ടുവന്ന ഞാനാണ്. അവരെ പള്ളിയിലെ ഒരു കപ്പ്യാരായിരുന്നു. ഞങ്ങളെല്ലാം ഒരു സഭയിലെ മെമ്പേഴ്സാണ്. ഞാനിങ്ങനെ കണ്ടപ്പോൾ അവിടെ സാക്ഷി, അവളെ അമേരിക്കൻ ചെക്കോ കുര്യാക്കോസ് അവരെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ദൈവമായ കർത്താവ് ഇടയാക്കി. അവരെ അമേരിക്ക കഴിഞ്ഞ ദിവസം ഞാനത് കേട്ടു. അവിടെ സാക്ഷ്യവും അനുഭവങ്ങളൊക്കെ ഇട്ട് ഞാനാണ് അവർ കപ്പ്യാരായിരുന്നു. അവർ മാമ്പഴക്കരിയിൽ നിന്ന് വിശ്വാസം അതിനടുത്താണ് ഞങ്ങളുടെ വീടും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നൊക്കെ ദൈവമായ കർത്താവ് ഇടയാക്കി. ഈ അരോമ TV-യിൽ ദൈവം ചെയ്യുന്ന ഈ അനേകർക്ക് ഒരു ആശ്വാസമായിട്ട് കർത്താവിൻ്റെ ദാസന് ഈ കൊറോണ ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, മറ്റുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ കർത്താവിൻ്റെ ദാസനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനം നാൾക്ക് നാൾ വർദ്ധിച്ചു വരട്ടെ. അനേകർക്ക് ഒരു ആശ്വാസമായി, ഒരു കൈത്താങ്ങായി, ഒരു സമാധാനമില്ലാതെ അലയുന്നവർക്ക്, ഈ ആത്മഹത്യയിലേക്ക് പോകുന്നവർക്കൊക്കെ വിടുതലിന് ഈ അരോമ TV-യുടെ പ്രവർത്തനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന് ദാസത്തിനും കുടുംബത്തിനും ആരോഗ്യവും ആയുസ്സും കർത്താവ് നൽകട്ടെ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നേരിൽ കാണാം. ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം പറയാൻ അവസരപ്പെടുത്തി തന്ന പ്രിയ ദാനിയേൽ ജോൺ പാസ്റ്ററെ, തൻ്റെ കുടുംബം, തൻ്റെ മിനിസ്ട്രി അവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് എൻ്റെ സാക്ഷ്യം കേട്ട അരോമ TV-യുടെ പ്രേക്ഷകരാക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ കർത്താവ് ഈ പ്രവർത്തനം അനേകർക്ക് വിടുതലിന്, ഉദ്ധാരണത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. നിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് സഹായിക്കണമേ. അതിന് വേണ്ടതായ എല്ലാ സാമ്പത്തിക നന്മകളെയും വഴികളൊക്കെ കർത്താവ് തുറക്കണമേ. അവർക്കൊരു ആശ്വാസമായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. തുടർന്നും ഇനിയും അനേകർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ, സാക്ഷികൾ പങ്കുവെക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും അരോമാറ്റിയുടെ പ്രവർത്തനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് ചെയ്യണം, അത്ഭുതം കർത്താവ് ചെയ്യണം, യേശു തന്നെയുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു കർത്താൻദാസൻ പാസ്റ്റർ ചാക്കോ ദേവസ്യാവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം അവസരമൊരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ ഇന്നയോളം വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ ഏൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി നിർവഹിക്കുവാൻ കർത്താവ് കൃപകളെ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പ്രതികൂലങ്ങൾ, ജീവിതത്തിലെ കഷ്ടതയുടെ അനുഭവങ്ങൾ ഒക്കെ കടന്നു വന്നപ്പോഴും അതിൻ്റെ നടുവിലും വിളിച്ച ദൈവം വിശ്വസ്തനായി കൂടെയിരുന്ന് അത്ഭുതകരമായി വഴി നടത്തുവാനിടയായി തീർന്ന ജീവിതത്തിലെ അനുഭവങ്ങൾ പരിമിതമായ സമയത്തിനുള്ളിൽ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. കർത്താവ് പിന്നെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥന നടന്നു വരുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവർ അതിൽ സംബന്ധിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com